നമ്മുടെ ഫാമിലിയുടെ 5ാമത്തെ വേൾഡ് വണ്ടറാണ് നമ്മൾ പോകുന്നത്. 2 മണിക്ക് 3 മണിക്ക് കച്ചവടമാണെന്ന് തോന്നുന്നു. എന്നത്തേയും പോലെ നമ്മൾ മെക്സിക്കൻ വിസ നമുക്കില്ല. ഇവർ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ 3-4 പേര് എന്നെ ചെക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്നെ പിടിച്ച് വലിക്കുന്നു. ഇപ്പോൾ മായൻസിൻ്റെ പ്രത്യേകത കേട്ടോ, അതിൻ്റെ മണിയറ തുറന്നിട്ട് ഫുൾ പവർ കേട്ടോ. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ട്രാവലിസ്റ്റയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒപ്പം തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യണം. നമ്മുടെ വൈശാഖനെ കാണിക്കാണ്ട് പോകാൻ പറ്റുമോ? നമ്മൾ ബ്രസീലിൽ സാവപ്പോല വന്നിട്ട് നമുക്ക് വൈശാഖ മാത്രം ഉണ്ടായാലോ സഹായത്തിന്? വൈശാഖ പോറല്ല നീ ഇവിടെ നോക്കണ്ട. ഈ മുഖത്തിൽ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടുവരുന്നുണ്ടോ? ഇത് ഞാൻ തന്നെ അല്ലേ? അപ്പോൾ നമ്മുടെ ശങ്കരേട്ടൻ അർജന്റീനയിൽ നിന്ന് ജോലിയൊക്കെ അവസാനിപ്പിച്ച് സാവപ്പോള എത്തി. ശങ്കരേട്ടൻ എന്താ വിശേഷം? സാവപ്പോള വെൽക്കം ടു ബ്രസീൽ. എന്താ വിശേഷം? എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? അർജന്റീന നല്ലത് ബ്രസീൽ നല്ലത്? അത് നമുക്ക് രണ്ടും നമ്മുടെ പ്രിയപ്പെട്ട രാജ്യങ്ങളല്ലേ. അതെ. അപ്പോൾ ചേട്ടനും ചേച്ചിയും കൂടിയിട്ട് ഇവിടെ ജോലി ഇങ്ങോട്ട് മാറ്റി. ഒപ്പം തന്നെ എന്താ പറയുക, നമ്മളെ അന്റാർട്ടിക്കൻ യാത്രകളിലൊക്കെ ആ ഒരു സമയത്ത് നമ്മളെ ഫുൾ സപ്പോർട്ട് ടീം ട്രാവലിസ്റ്റയുടെ ഫുൾ പവറായിരുന്നു ശങ്കരേട്ടൻ. അപ്പോൾ അതിന് പ്രത്യേകം നന്ദി ആണല്ലേ. അപ്പോൾ നമ്മൾ വൈശാഖൻ്റെ കൊട്ടാരത്തിൻ്റെ താഴെ നിന്നിട്ടാണ് നമ്മളിവിടെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ 4ാമത്തെ നിലയുടെ മുകളിൽ താമസിക്കുന്നതാണ് കേട്ടോ. വൈശാഖിൻ്റെ താമസം ഇവിടെയാണ്. അപ്പോൾ നമ്മൾ നേരെ പോണു. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശങ്കരേട്ടൻ നമ്മൾ വണ്ടി ഇവിടെയാണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ തുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് വേഗം വിടാം. എന്നത്തേയും പോലെ നമുക്ക് ഇനിയൊരു 2-2.5 മണിക്കൂറുള്ള ഫ്ലൈറ്റ് എടുക്കാൻ. ഇവിടുന്ന് ബ്ലോക്ക് കിട്ടാണ്ട് നമുക്ക് എത്രയും പെട്ടെന്ന് പോകണം. നല്ല വണ്ടിയാണല്ലോ, വോക്സ്വാഗൺ നിവൂസ്. നല്ല അടിപൊളി കളറുണ്ട് കേട്ടോ. മതി ഇനി റൈറ്റ് ആയിരിക്കോ? അപ്പോൾ എങ്ങനെയുണ്ട് ബ്രസീലിൽ വണ്ടി ഓടിക്കാൻ ശങ്കരേട്ടാ? ആണല്ലേ, അടിപൊളിയല്ലേ? ഇത് എത്ര മൊത്തം ഇന്ത്യൻ മണി നോക്കുമ്പോൾ എത്ര ലക്ഷം രൂപ വണ്ടിയുടെ വില? ഇന്ത്യൻ മണി കറക്റ്റ് അറിയില്ല. എത്ര ഇവിടുത്തെ പൈസ? 20 ലക്ഷം രൂപ ഒക്കെ ആവുമായിരിക്കും. 20 രൂപ അല്ല. നമ്മുടെ നാട്ടിൽ ഈ വണ്ടിക്ക് എത്ര വില, അല്ലെങ്കിൽ ഈ മോഡലിനൊക്കെ എന്താ വില എന്നടിയില്ല നമുക്ക് കമന്റ് ചെയ്യാട്ടോ. എന്തായാലും നമുക്ക് ഇനി വരുമ്പോൾ ഒരു വണ്ടിയായി ഇവിടെ ട്രാവലിസ്റ്ററെ സ്വീകരിക്കാനായിട്ടൊരു വണ്ടിയായി. കുട്ടി മിണ്ടാത്ത വണ്ടിയായില്ലേ? ഡ്രൈവിംഗില് പാടങ്ങൾ പഠിച്ചു തരണല്ലോ. ചക്കൻ എന്താ മിണ്ടാണ്ടിരിക്കണ? ഇന്ന് കുക്കിംഗ് ആയിരുന്നു. ഞങ്ങള് രാവിലെ ഇട്ടുണ്ടല്ലോ വൈശാഖിന്റെ സ്പെഷ്യൽ ചിക്കൻ കറി, ചാളക്കറി, പപ്പടം വറുത്തത്. ഒരു രക്ഷയിലാന്നില്ല. ഫുഡ് ഈ തവണ വേറെ ലെവലിലേക്ക് പോയിട്ടാ. ഇവിടുത്തെ മാർക്കറ്റ് ഫുൾ സിംഗാട്ടാണ്. വീക്കെൻഡ് ആയ കാരണം മാർക്കറ്റ് നമ്മൾ കഴിഞ്ഞ തവണ ബ്രസീലിന്റെ ജേഴ്സി മേടിച്ച സ്ഥലം നിങ്ങൾ ഓർക്കണ്ട. നമ്മൾ ബ്രസീലിന് ഞാനും സാറും കൂടിയിട്ട് ബ്രസീലിന്റെ ജേഴ്സി വാങ്ങിയത് ആ മോളിക്കുന്ന കേട്ടോ. നമുക്ക് തിരക്കില്ലാത്ത കാരണം നമുക്ക് അരമണിക്കൂർ കൊണ്ട് പ്രത്യേകതകളുണ്ട്. എന്നിട്ടാ ഈ മാർക്കറ്റ് ഇവര് പറയുന്നത് രാത്രി ആകുമ്പോഴത്തേക്കും ഈ കടകളൊക്കെ അടച്ചിട്ട് മുമ്പിൽ ഓപ്പൺ മാർക്കറ്റ്. അതെ അതെ, രാത്രി 2 മണിക്ക് 3 മണിക്ക് കച്ചവടാന്ന് പറഞ്ഞു. മധുരുക. എന്തായാലും നമ്മളിപ്പോ സൗത്ത് അമേരിക്കയിൽ ബിസിനസ് തുടങ്ങാൻ പോലെ. അപ്പൊ നമ്മളിന് ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ഈ ഭാഗത്ത് ഉണ്ടാവും കേട്ടോ. ഇത് കണ്ട മാർക്കറ്റ് ഫുൾ സിംഗാട്ടാ. ഇത് കണ്ട തിരക്ക് കുറവാണ്. അതൊരു ഭാഗ്യം നമുക്കിന്ന് കടന്നു പോകാനായിട്ട്. അല്ലെങ്കിൽ പണി നമുക്ക് എയർപോർട്ടൊക്കെ പോകുമ്പോഴേ. അങ്ങനെ നമ്മള് ഗുരു സാവപ്പോളോ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇനി ഏതാനും നിമിഷത്തിനുള്ളിൽ നമ്മൾ സാന്റിയാഗോയിലേക്ക്, ചിലിയുടെ തലസ്ഥാനമായിട്ടുള്ള സാന്റിയാഗോയിലേക്കുള്ള യാത്രയാടാ. എയർപോർട്ടിലേക്ക് എത്തുമ്പോ നാടായാലും എവിടെയാലും ഒരു വിഷമാട്ടാ, ഒരു മടി. ശങ്കരനൊക്കെ അപ്പോഴേക്കും വണ്ടിയൊക്കെ മറ്റേ പറപ്പിക്കാനുള്ള പൊസിഷനിലേക്ക് മാറും അല്ലേ? നല്ല വണ്ടിയായിരുന്നു, സൂപ്പർ വണ്ടിയുണ്ട്, നിവൂസ്. അപ്പൊ ചേച്ചിയുടെ അന്വേഷണം പറഞ്ഞോ ഫുൾ പവർ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഉടനെ വരും, കാണാം. എന്തായാലും വരും. വേറെ മിറാക്കിൾ അടിക്കാൻ നമ്മുടെ വണ്ടി നമുക്ക് ബോക്സ് കിട്ടി. അപ്പൊ എല്ലാത്തിനും അടിപൊളി. താങ്ക് യു. ഓക്കെ പോട്ടെന്നാ, ബൈ. നമ്മള് ചെറിയൊരു ടെൻഷൻ എന്താണെന്ന് നമുക്ക് പറയാടാ. നമുക്ക് അതിനകത്ത് കയറിയിട്ട് ലാത്തം എയർലൈൻസ് നമ്മൾ പോകണട്ടാ. ചിലി എന്ന രാജ്യത്തിന്റെ ലാത്തം എയർലൈൻസ്, അതാണ് നമുക്ക് ഇനിയുള്ള അടുത്ത ലക്ഷ്യം. അങ്ങനെ നമ്മളേ യാത്ര ചെയ്തിട്ട് ചിലിയിലെത്തിയിട്ടാ, സാന്റിയാഗോയിലെത്തി.
ഞാൻ ചെറിയ ടെൻഷനിലായിരുന്നു. വേറെ ഒന്നുമല്ല, ഇവിടെ നമുക്ക് എന്നതേം പോലെ നമ്മൾ മെക്സിക്കൻ വിസ നമുക്കില്ല. നമ്മൾ ഷങ്കൻ വിസയും അല്ലെങ്കിൽ UK വിസയും വെച്ചിട്ടാണ് മെക്സിക്കോയിലേക്ക് എൻ്റർ ചെയ്യാനുള്ള പരിപാടി. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ അമേരിക്കയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യണ ഒരുപാട് ആൾക്കാർ ഇതേപോലെ മെക്സിക്കോ പോയിട്ട് ചാടണ കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആണെന്നാണ് അവർ പറയണത്. മെക്സിക്കോയിലേക്ക് ഇവിടെയൊക്കെ ഇവരെ ഫുൾ ചെക്കപ്പായിരുന്നു. ഞാൻ ആ ടെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ കയറുമ്പോൾ ഇറങ്ങുമ്പോൾ 3-4 പേര് എന്നെ ചെക്ക് ചെയ്യുന്നു. ഞാൻ ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്നെ പിടിച്ച് വലിക്കുന്നു. ഇമ്മരുത്തെ സംഭവങ്ങൾ ലാത്തം എയർലൈൻസ് ചില്ലരാണെങ്കിലും ഇവർ എൻ്റർ ചെയ്യുമ്പോൾ ഇവർ റിസ്ക് ഒഴിവാക്കാനായിട്ട്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മെക്സിക്കോയിലേക്ക് പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർലൈൻസുകാർ തന്നെ തിരിച്ച് സാവോപോളോയിലേക്ക് കൊണ്ടു വിടണം. അപ്പോൾ അത് കാരണം എയർലൈൻസുകാർ ഫുൾ സ്ട്രിക്റ്റ് ആയിരുന്നു നമ്മളെ കയറ്റി വിടേണ്ട കേസിൽ. പക്ഷേ അതിന് നമുക്ക് കാർഡും സംഭവങ്ങളൊക്കെ ഉണ്ട്, ഷങ്കൻ വിസ ഉണ്ട്, UK വിസയൊക്കെ ഉള്ള കാരണം കയറ്റി വിട്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ മെക്സിക്കോയിൽ പോയി ഇമിഗ്രേഷൻ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കിത് ഫുള്ളായിട്ട് ഉറപ്പിക്കാൻ പറ്റുള്ളൂ. അവിടെയൊക്കെ കഴിഞ്ഞ ദിവസം ആൻ്റണി ചേട്ടൻ്റെ കൂട്ടുകാരൻ പെറുന്ന് മെക്സിക്കോയിലേക്ക് ബിസിനസ്സിൻ്റെ ഭാഗമായിട്ട് പോയിട്ട് മെക്സിക്കോയിൽ നിന്ന് തിരിച്ചയച്ചു എന്ന് പറഞ്ഞ ആൻ്റണി ചേട്ടൻ്റെ കൂട്ടുകാരൻ. അപ്പോൾ അത് കേട്ടപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു പേടിയുണ്ട് കേട്ടോ. എന്തായാലും നമുക്ക് നോക്കി കാണാം. ലോങ് സ്ട്രെച്ചാണ്, 24 മണിക്കൂർ വേണം നമുക്ക് മെക്സിക്കോയിൽ എത്തണമെങ്കിൽ. സാവോപോളോ നമ്മളിപ്പോൾ സൗത്ത് അമേരിക്കയുടെ വെസ്റ്റ് സൈഡിൽ കൺട്രി ആയിട്ടുള്ള ചിലിയുടെ തലസ്ഥാനമായിട്ടുള്ള സാന്റിയാഗോയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇനി നമ്മൾ സാന്റിയാഗോയിൽ നിന്ന് നേരെ കൺകൂൺ എയർപോർട്ടിലേക്ക് പോകുന്നത്. കൺകൂൺ എന്ന് പറഞ്ഞാൽ മെക്സിക്കോൻ്റെ ഒരു ഈസ്റ്റ് സൈഡിലുള്ള എയർപോർട്ടാണ്. അവിടെ നിന്ന് ഞാനിതിൻ്റെ മാറ്റർ പറഞ്ഞില്ല അതിനിടയ്ക്ക്, അത് ഞാൻ പറയാൻ പറഞ്ഞു. നമ്മളിൻ്റെ അടുത്തത് മെക്സിക്കോ. നമുക്ക് ഓൾറെഡി നിങ്ങൾ അറിഞ്ഞല്ലോ, നമ്മുടെ ഫാമിലിയുടെ 5ാമത്തെ വേൾഡ് വണ്ടറാണ് നമ്മൾ പോകുന്നത്, ചിച്ചിൻ ഇറ്റ്സ. മെക്സിക്കോയിൽ ചിച്ചിൻ ഇറ്റ്സ എന്ന് പറഞ്ഞിട്ടുള്ള മായൻ സിറ്റിയാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ നമ്മൾ നേരെ ഇനി കൺകൂൺ സിറ്റിയിലേക്ക് പോകുന്നത്. മെക്സിക്കോയുടെ ഈസ്റ്റ് സൈഡായിട്ടുള്ള കൺകൂൺ ബീച്ച് സിറ്റി എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ബീച്ചുകളൊക്കെ ഇങ്ങനെ തിമിർത്ത് ആടിക്കൊണ്ടിരിക്കുന്ന ഒരു എന്റർടൈൻമെന്റ് സിറ്റിയാണ് കൺകൂൺ. പക്ഷെ നമ്മൾ ആകെ 2 ദിവസമുള്ളൂ ചിച്ചിൻ ഇറ്റ്സ കാണുന്നു. 5ാമത്തെ വേൾഡ് വണ്ടർ. നമ്മൾ അടുത്ത കൊല്ലം 7 വേൾഡ് വണ്ടർ നമുക്ക് തീർക്കണ്ടേ. അപ്പോൾ മെക്സിക്കോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ പെട്രയും ചൈന മതിലും മാത്രമേ ഉള്ളൂ. സൗത്ത് അമേരിക്കത്തെ ഒരു ഇത് എല്ലാ വണ്ടറുകളും നമ്മൾ അടിച്ചു കഴിഞ്ഞു. പിന്നെ ആകെ വെനസ്വേലത്തെ ഏറ്റവും ഹൈറ്റ് കൂടിയിട്ടുള്ള വാട്ടർഫോൾ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ നമുക്ക് എൻട്രിങ് നടക്കില്ല വെനസ്വേലയിലേക്ക്. ബാക്കിയുള്ള എല്ലാ സംഭവം നമ്മൾ അടിച്ചു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ എന്തായാലും ചെറിയ ടെൻഷനിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. നമുക്ക് സാന്റിയാഗോയിൽ ഏകദേശം 9.5 മണിക്കൂർ പോസ്റ്റ് ഉണ്ട് അടുത്ത ഫ്ലൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഞാൻ കുറച്ചേരം ഉറങ്ങി ഒന്ന് ഫ്രഷായി ഇതേ നേരം പുലർന്നുകൊണ്ടിരിക്കുന്നു. ഫ്ലൈറ്റ് ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞ ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി മെക്സിക്കൻ ഫ്ലൈറ്റ് യാത്രകളുടെ വിശേഷങ്ങളിലേക്ക് കിടക്കാം. എനിക്ക് വീഡിയോ എടുക്കാനുള്ള മൂടൊക്കെ പോയിരുന്നു. അവിടെ നിന്ന് നമ്മൾ ഈ സാധനം കേട്ട് അവരിങ്ങനെ ചെക്കപ്പ് നടത്തിയപ്പോൾ ഞാൻ ഈ ഫ്ലൈറ്റിൻ്റെ പൈസയും അല്ലെങ്കിൽ UK പോലുള്ള ഫ്ലൈറ്റൊക്കെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അഥവാ ഇനി അവർ എൻ്റർ ചെയ്തില്ലെങ്കിൽ ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ നഷ്ടമാണ് നമുക്ക്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് പറക്കും തിരുമ്പിയാണ് ഓരോ യാത്രകൾ നടത്തണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അടികുണി കിട്ടുകയാണെങ്കിൽ ചിന്തിക്കാൻ പറ്റില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കി കാണാം. എല്ലാവരും ഈ വീഡിയോ വരുമ്പോഴേക്കും ഒരുവിധ റിസൾട്ടൊക്കെ വന്നിട്ടുണ്ടാവും. 5ാമത്തെ വേൾഡ് വണ്ടർ അടിക്കാനുള്ള എക്സൈറ്റ്മെൻ്റ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു എപ്പിസോഡാണ് അന്ന് നമ്മൾ കാഴ്ചവെക്കാൻ പോണത്. എന്തായാലും ചെറിയൊരു ലാഗ് ഉണ്ടായിരുന്നു എനിക്ക്. ഇപ്പം ഞാൻ ഫുൾ സിംഗ് ആയി. ഇനിയിപ്പോൾ മെക്സിക്കൻ എമിഗ്രേഷൻ അല്ലേ, അത് നമുക്ക് വരണോടത്ത് വെച്ച് കാണാം. പിന്നെ നമ്മൾ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സൗത്ത് അമേരിക്കയിൽ യാത്ര ചെയ്യുമ്പോൾ ചെറിയ ബാഗായിട്ടുള്ള യാത്രകൾ പരമാവധി നടത്താൻ നോക്കാം. വേറെ ഒന്നുമല്ല, ഭയങ്കര ചീപ്പായിരുന്നു നമുക്ക് ശരിക്കും സാവോപോളോയിൽ നിന്ന് മെക്സിക്കോയിലേക്ക് ടിക്കറ്റ് കിട്ടിയിരിക്കുന്നത്. ഏകദേശം ഒരു 10-16,000 രൂപ, 16,000-17,000 രൂപയ്ക്കാണ് നമുക്ക് മെക്സിക്കോയിലേക്കുള്ള ടിക്കറ്റ് കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾ ഇങ്ങനെ വലിയ ലഗേജും വലിയ സംഭവങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരാണെങ്കിൽ എനിക്കും പറ്റിയിട്ടുള്ള അബദ്ധങ്ങളാണ്. പക്ഷേ ഞാനതിപ്പോൾ പതുക്കെ റിക്കവർ ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ കുറേ ലഗേജും, പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ ഡ്രോണും അല്ലെങ്കിൽ ക്യാമറയും സംഭവങ്ങളൊക്കെ ഉള്ള കാരണം 2-3 മാസത്തേക്ക് നമ്മൾ യാത്ര ചെയ്യണം. അപ്പോൾ അത് കാരണം അതിൻ്റേതായ കുറച്ച് ലഗേജ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. പക്ഷേ ഞാനിപ്പോൾ ഇത്തിരി ക്ലിയർ ആയി. ഈ പാൻറ്റൊക്കെ ഉണ്ടാവും ഒരു മാസത്തോളമായി നമ്മൾ ഇട്ട് നടക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾ സൗത്ത് അമേരിക്ക വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കുറവായിട്ടുള്ള ലഗേജും സംഭവങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും. പിന്നെ ഒരു 2 വീക്ക് മുമ്പൊക്കെ നമുക്ക് ബുക്ക് ചെയ്യുകയാണെങ്കിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ അതിന് നല്ല ചീപ്പായിട്ട് കിട്ടും. യൂറോപ്പിലെ വിസ എയർ 10 പൗണ്ടിന് 10 യൂറോക്കൊക്കെ നമുക്ക് ജർമ്മനിയിലേക്ക് അങ്ങോട്ടൊക്കെ ഫ്ലൈറ്റുകളുണ്ടെന്ന് പറയുള്ളൂ. അതേപോലെ തന്നെ ഇവിടെയും അങ്ങനെ ഇല്ലെങ്കിലും 10,000-5,000 രൂപയ്ക്ക് ആണെങ്കിൽ ഒരു രാജ്യത്ത് അടുത്ത രാജ്യത്തേക്ക് ടിക്കറ്റൊക്കെ നമുക്ക് കിട്ടും, ഹാൻഡ് ലഗേജ് മാത്രമാണെങ്കിൽ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, സൗത്ത് അമേരിക്കയിലേക്ക് നിങ്ങൾ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോങ് റണ്ണിൽ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യങ്ങൾ അടിക്കണതൊക്കെ മൂഡിൽ വരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലഗേജ് പരമാവധി കുറച്ചോണം കേട്ടോ. ഇപ്പം നമ്മൾ പോകുന്ന ഫ്ലൈറ്റ് എന്ന് വെച്ചാൽ ലാത്തമാണ്. നമ്മൾ സൗത്ത് അമേരിക്ക യാത്രകൾ കണ്ടിട്ടുള്ള ഒരു ഫ്ലൈറ്റാണ് ലാത്തം. ശരിക്കും പറഞ്ഞാൽ ചിലിയുടെ ഒരു ബ്രാൻഡാണ്. ചിലിയുടെ ഒരു ഫ്ലൈറ്റ് കമ്പനിയാണ്. അപ്പോൾ ലാത്തത്തിന് പല രീതിയിലും വലിയ ഫ്ലൈറ്റിലുണ്ട്, ചെറിയ ഫ്ലൈറ്റിലുള്ള ഭയങ്കര ഒരു വലിയ ശൃംഖല തന്നെയാണ് ലാത്തം. സൗത്ത് അമേരിക്കയ്ക്ക് കീഴടക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അമേരിക്കയിൽ ഡെൽറ്റ എന്നൊക്കെ പറഞ്ഞ പോലെയാണ് ശരിക്കും സൗത്ത് അമേരിക്കയിൽ ലാത്തം എന്ന് പറഞ്ഞുള്ള ഫ്ലൈറ്റ് കമ്പനി. നിങ്ങൾ ബുക്ക് ചെയ്യുമ്പോൾ ലാത്തം അതേപോലെ സ്കൈ ഒക്കെ നമ്മൾ ഒരുപാട് യാത്ര ചെയ്ത് സൗത്ത് അമേരിക്കയിൽ ഭയങ്കര ചീപ്പായിട്ട്. അപ്പോൾ ഈ 2 ഫ്ലൈറ്റാണ് ശരിക്കും ചീപ്പായിട്ടുള്ള ഫ്ലൈറ്റ് ഇട്ടാ. ലാത്തം ഭയങ്കര ഹെവി കമ്പനിയാണ്. നമ്മൾ വിചാരിച്ചേക്കാളും മുകളിലാണ്. ഞാൻ ആദ്യം ആമസോണിൽ വന്നപ്പോൾ ലോക്കൽ ചെറിയൊരു കമ്പനിയാണെന്ന് ചോദിച്ചാൽ ഇവർ ഫുൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റുകൾ സൗത്ത് അമേരിക്ക നോർത്ത് അമേരിക്കയ്ക്കൊക്കെ ഫ്ലൈറ്റുകൾ കൊണ്ടു പോകുന്നുണ്ട് കേട്ടോ. താങ്ക് യു. അങ്ങനെ നമ്മളിത് കൺകൂൺ എയർപോർട്ട് ലക്ഷ്യമാക്കിയിട്ടുള്ള യാത്ര കേട്ടോ. ചെക്കിങ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ പപ്പട പരിവായിട്ടാ. വിളിയാണ് അവരുടെ ഹെഡിനെ വന്ന് വിളിപ്പിച്ചു. നമ്മുടെ റിട്ടേൺ ടിക്കറ്റ് കാണിക്കണമെന്ന് പറഞ്ഞു UK ലേക്കുള്ളത്. അങ്ങനെ ഫുള്ള്
സെർച്ചിങ് ആണ്. നിങ്ങൾ ഈ വഴിക്കൊക്കെ മെക്സിക്കോയിലേക്കോ എവിടേക്കെങ്കിലും പോവാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പപ്പട പരിവാട്ടോ അവർ ചെക്ക് ചെയ്ത് വയ്യാണ്ടായി. നമ്മളെ പോണ വഴിക്കുള്ള ചെക്കിങ്, നമ്മളെ BRP കാർഡ്, ഷങ്കൺ വിസയുടെ വാലിഡിറ്റി, ഒപ്പം തന്നെ റിട്ടേൺ ടിക്കറ്റ്, നമ്മൾ അവിടെ ബുക്ക് ചെയ്തിട്ടുള്ള ഹോട്ടൽ, എല്ലാ സംഭവങ്ങളും കാണിച്ചാൽ മാത്രമേ നമ്മൾ കടത്തി വിടുള്ളൂ. അതൊരു ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ US ഭാഗത്തേക്ക് പോകണതിൻ്റെ ഇല്ലീഗൽ മൈഗ്രേഷൻ നടക്കണതിൻ്റെ ഒരു പ്രശ്നം കേട്ടോ. എന്തായാലും നമുക്ക് കുഴപ്പമില്ല, നമ്മളിങ്ങനെ ഇതുവരെ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട്. ഇനി മെക്സിക്കൻ ഇമിഗ്രേഷൻ്റെ കളിയാണ് നമുക്ക് അറിയേണ്ടത്. ഏകദേശം നമുക്ക് ഇനി ഇവിടെ നിന്നൊരു 6-7 മണിക്കൂർ യാത്രയുണ്ട് കേട്ടോ. സാന്റിയാഗോന്ന് എത്ര മണിക്കൂറാന്ന് നോക്കിയിട്ടോ, സാന്റിയാഗോന്ന് മെക്സിക്കോയിലേക്ക്. എന്തായാലും നമുക്ക് പോവാം. ലെറ്റ്സ് സീ വാട്ട് ഗോയിങ് ടു ബി ഹാപ്പൻ. നിങ്ങൾ ഏത് സിറ്റിയാണെന്നാണെങ്കിലും മെക്സിക്കോയിലേക്ക് വരുമ്പോൾ ഭയങ്കരമായിട്ട് കെയർഫുൾ ആവണ്ടാണ്. നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻറ്റും കറക്റ്റ് അല്ലെങ്കിൽ അവർ തിരിച്ച് പറഞ്ഞായിരിക്കും. ഭയങ്കര ഇപ്പോൾ ഈവൻ ലാദാൻ എയർലൈൻസാണ് ഇങ്ങനെ സ്ട്രിക്റ്റ് കാണിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ എയർലൈൻസ് എങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാമെന്ന് അറിയില്ല. അങ്ങനത്തെ കേസാട്ടാ. അപ്പോൾ നിങ്ങൾ മെക്സിക്കോ യാത്ര ചെയ്യണം, ആദ്യമായിട്ട് മെക്സിക്കോയിലേക്കൊക്കെ ടൂറൊക്കെ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊന്ന് പ്രിപ്പയർ ആയിക്കോളൂ. നിങ്ങളുടെ പ്രോപ്പർ ഡോക്യുമെൻറ്റ് അല്ലെങ്കിൽ വിസകളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. മെക്സിക്കോ ഓണറബിൾ വിസയ്ക്കാണ് ഞാൻ ഈ പറഞ്ഞത്. മെക്സിക്കോ വിസ അടിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ലടാ. ഓക്കെ, ഇവിടെ നിന്നിട്ടാ തുറന്ന് കാണിച്ച് കൊടുക്കുമ്പോഴേക്ക് KLM-ൻ്റെ ഫ്ലൈറ്റ് ഒക്കെ കാണിക്കാം. എന്തായാലും നമുക്ക് ടെൻഷൻ കൂടിയിട്ടാണ്. അപ്പോൾ മെക്സിക്കൻ ഇമിഗ്രേഷൻ എത്തുമ്പോൾ എന്തെങ്കിലും ദൈവത്തിന് നമ്മളെ വിസിലാണ്ട് പോകണേ ആ ഒരു പേടി മാത്രമേ ഉള്ളൂ. നോക്കി കാണാം, കൂറ്റം ഫ്ലൈറ്റ് ആട്ടാ. അല്ല നമ്മുടെ 17 ആണല്ലോ, 17A ആണ് നമ്മുടെ. അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ നല്ലോണം പുറത്തൊക്കെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ചെറിയൊരു മഴക്കാരും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. എന്തായാലും നല്ലൊരു കൂറ്റം ഫ്ലൈറ്റ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. അത് പറഞ്ഞപ്പോൾ നമ്മളിനി ഒരു വെസ്റ്റ് ആഫ്രിക്കൻ യാത്ര നടത്താനായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. പ്ലാനിങ് മുന്നേ പറഞ്ഞ് അതിൻ്റെ സസ്പെൻസ് പൊട്ടിക്കണമെന്നല്ല, നമുക്ക് അവിടെ നല്ല ഹെൽപ്പ് വേണം. വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രികളിൽ നമുക്കൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയും കൂടുതൽ നന്നായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ പരിചയത്തിൽ ആരെങ്കിലും വെസ്റ്റ് ആഫ്രിക്കയിലാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നൈജീരിയ പോലെയുള്ള, നൈജീരിയ, ടോഗോ, ബെനിൻ, അങ്ങനെ സെനഗൽ, അങ്ങനെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഞാൻ അടിയിൽ നമ്പർ കൊടുക്കാം. നിങ്ങൾ ആരെങ്കിലും അവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ. പിന്നെ അവിടെ ഒരുപാട് ബിസിനസ് ഓപ്പർച്യൂണിറ്റീസും സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസും മൈനിങ്, പിന്നെ നമ്മൾ സെനഗലിൽ നമുക്കൊരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ കണ്ടൻറ്റ്, ഒരു മൈനിങ് എപ്പിസോഡ് ചെയ്യാനായിട്ടൊരു ടീം നമ്മളെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ ആ ഭാഗത്ത് എവിടെയെങ്കിലും നിങ്ങളുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സപ്പോർട്ട് വേണം. അപ്പോൾ സെനഗലിൽ നിന്ന് നമുക്കൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. ടോഗോന്ന് നിന്ന് നമുക്കൊരു കോൺടാക്റ്റ് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ വെസ്റ്റ് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിങ്ങൾ ആരെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ കണക്ട് ചെയ്യണം. ഡെക്കാർ സൈഡിലും നമുക്ക് ആൾക്കാർ കിട്ടിയിട്ടില്ല, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ അടുത്ത യാത്ര നമ്മൾ വെസ്റ്റ് ആഫ്രിക്ക. എനിക്കാണ് മലയാളത്തിൽ ഒരാളും ഒരു ഇൻഫ്ലുവൻസറും നമ്മൾ കവർ ചെയ്യാത്ത ഒരു ഏരിയയാണ് വെസ്റ്റ് ആഫ്രിക്ക. അപ്പോൾ വെസ്റ്റ് ആഫ്രിക്കയിൽ നമ്മൾ ഇനി ഒരു 2 മാസത്തോളം, ഇത് കഴിഞ്ഞൊരു 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നവംബർ ഡിസംബർ സമയം എന്താ പറയുക വെസ്റ്റ് ആഫ്രിക്കയിലുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെസ്റ്റ് ആഫ്രിക്കയിൽ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് കാണാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. വേറെ പൈസ ഒന്നും സപ്പോർട്ട് ചെയ്യുന്നു വേണ്ട കേട്ടോ. നിങ്ങൾ അതിനെ പറ്റി ടെൻഷൻ അടിക്കണ്ട. നമുക്കൊരു തല ചായ്ക്കാനായിട്ട് ഒരു സോഫ സെറ്റ്, അല്ലെങ്കിൽ ഒരു കിടക്ക, അല്ലെങ്കിൽ ഒരു പായ എന്നുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഏതായാലും കിട്ടിയാൽ മതി. പിന്നെ അവിടെ നമുക്ക് ലോക്കലായിട്ടുള്ള സപ്പോർട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഉൾഗ്രാമങ്ങളിലും അല്ലെങ്കിൽ ലോക്കലായിട്ടുള്ള യാത്രയൊക്കെ നടത്താനായിട്ട് ഇത്തിരി ഈസിയാണ്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും വെസ്റ്റ് ആഫ്രിക്കയിലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീം ട്രാവൽസിനോട് ജോയിൻ ചെയ്യാം. സുലഭ നിമിഷം നിങ്ങൾക്ക് കൈവരിക്കാൻ പോകുന്നത് എന്നൊക്കെ പറയാൻ വേണമെങ്കിൽ എന്തൊക്കെയായാലും അറ്റ് ലാസ്റ്റ് എനിക്കൊരു ഹെൽപ്പാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യാം. സെൻട്രൽ അമേരിക്കൻ കൺട്രീസ്, അതുപോലെ വെസ്റ്റ് ഇൻഡീസ് രാജ്യങ്ങൾ, അങ്ങനെ രാജ്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാം, നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം മാക്സിമം. അപ്പോൾ ഞാൻ ചെറിയൊരു അപ്ഡേഷൻ തന്നു മാത്രം. അപ്പോൾ വിചാരിക്കും സാറിനപ്പോൾ നിൻ്റെ രഹസ്യങ്ങൾ, നിൻ്റെ പ്ലാനുകൾ നീ പുറത്തേക്ക് ഇടല്ലേ എന്നൊക്കെ പറയും. ആർക്ക് വേണമെങ്കിലും എപ്പോഴാണ് യാത്ര ചെയ്യാം. നമ്മൾ യാത്ര ചെയ്യാനായിട്ട് ആരും ഒരു യൂട്യൂബറേയും അല്ലെങ്കിൽ നമ്മുടെ കൂടെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ട് കാര്യമില്ല. എനി ടൈം ആർക്ക് വേണമെങ്കിൽ യാത്ര ചെയ്യാം. അപ്പോൾ നമ്മളങ്ങനെയൊന്നുമില്ല. നമ്മളടുത്ത് യാത്ര വെസ്റ്റ് ആഫ്രിക്കയിലേക്ക് നമ്മളൊരു പ്ലാനുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അപ്പോൾ നമ്മൾ നമ്മുടെ ഫ്ലൈറ്റ് എടുക്കാനായിട്ട് ഇങ്ങനെ തള്ളി മറിച്ചുകൊണ്ടിരിക്കുക. കുറച്ച് നേരമായി നമ്മൾ ഇരിക്കുന്നു കേട്ടോ. 3.5 മണിക്കൂറായി എടുത്തു ഫ്ലൈറ്റ് എടുത്തു പോകാം. അങ്ങനെ നമ്മുടെ മായൻ യാത്ര, മായൻ കൾച്ചറും ചിച്ചൻ ഈറ്റ്സൊക്കെ ആയിട്ട് നമ്മളിനി കാണാൻ പോണത്. എനിക്ക് ആകെയുള്ള പേര് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇമിഗ്രേഷൻ ഒന്ന് കടന്ന് കിട്ടാം മെക്സിക്കോടെ. വിസ ഇല്ലാണ്ട് ഏത് രാജ്യത്തേക്ക് പോകുമ്പോഴായാലും, ഇനിയിപ്പോൾ വിസ ഉണ്ടായിട്ടായാലും നമ്മൾ ബോർഡർ ക്രോസ് ചെയ്യുമ്പോഴൊരു പേടിയില്ലേ, അതേപോലെയാണ്. പക്ഷേ ഇത് ഇത്തിരി ഡേഞ്ചറാണ്. മെക്സിക്കോ അമേരിക്ക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ. നമ്മൾ ഹെഡ് ചെയ്യടാ. എന്തായാലും സാന്റിയാഗോ ഇന്റർനാഷണൽ എയർപോർട്ട് വലിയ എയർപോർട്ടാടാ. ഞാൻ ഇത്രയ്ക്കും വലിപ്പം പ്രതീക്ഷിച്ചില്ല. നമ്മുടെ സാന്റിയാഗോ മാപ്പിടാം. നമ്മൾ സാവപ്പോളന്ന് സാന്റിയാഗോയിലേക്ക് വന്നു. നമ്മൾ ഉഷ്വായിലേക്ക് പോകുന്ന റൂട്ടാണ് ഈ കാണുന്നത്. സാന്റിയാഗോന്ന് കൺകൂൺ ഉണ്ടാ. ലോകത്തിൻ്റെ മാപ്പിലെ സെൻറ്ററിലേക്കാണ് നമ്മൾ ഏകദേശം ഭൂപന്തി കൂടെ നമ്മൾ എടുക്കൂട്ടാണ്. നമ്മൾ നേരെ കൺകൂണിലെത്തുമ്പോൾ ഏകദേശം അടിഭാഗത്ത് നിന്ന് നമ്മൾ ഏറ്റവും മുകളിലേക്കാണ് പോകണേട്ടാ. നോർത്ത് അമേരിക്കയിലേക്കാണ് പോണത്. നമ്മുടെ സൗത്ത് അമേരിക്ക ടു നോർത്ത് അമേരിക്കൻ യാത്ര കൂടിയാണ്. നമ്മുടെ 6ാമത്തെ വൻകര. അതും എല്ലാവരും മിറാക്കളായിട്ട് എനിക്കിപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയാണ് സത്യം.
എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഞാൻ ഇങ്ങനെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റിയില്ല എന്നുള്ള സംഭവം ഉണ്ടല്ലോ, അതൊരു അൺബിലീവബിളാണ്. നിങ്ങളൊക്കെ സപ്പോർട്ട് കാരണം തന്നെയാണ്. അതായത് നമ്മൾ സാന്റിയാഗോയിലിപ്പോൾ നിൽക്കുന്നത് എന്തായാലും ലോങ് സ്ട്രെച്ചാണ്. എല്ലാവരും പ്രാർത്ഥിക്കുക ആരോഗ്യം നിലനിർത്താനും നല്ല വീഡിയോസൊക്കെ എടുക്കാനും. ഇതാണ് ഇതിൽ ഈ ആൻറ്റീസ് പർവ്വതനിര, ഈ വെള്ളം നിർത്തണുണ്ട, വെള്ളം നിർത്തി നിൽക്കണുണ്ട്. ഇതാണ് ആൻറ്റീസ് പർവ്വതനിര. നമ്മൾ ആൻറ്റീസ് പർവ്വതം ഇപ്പുറത്തെ സൈഡിലാണ്. റിയോ നമ്മുടെ സാപ്പോളൊന്ന് ഇവിടെ വരെ എത്തി ആൻറ്റീസ് പർവ്വതം ക്രോസ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വന്നത് കേട്ടോ. അതാ എന്തായാലും സ്ട്രെച്ച്, ഹെവി സ്ട്രെച്ചാട്ടാ. കൺകൂൺ, മെക്സിക്കോയുടെ നോർത്ത് ഈസ്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റിയാണ് കൺകൂൺ ഡെസ്റ്റിനേഷൻ കൺകൂൺ. ഫ്ലൈറ്റ് 787 കൂറ്റൻ ബോയിങ് വിമാനമാട്ടോ. നമ്മൾ സ്വിറ്റ്സർലാൻഡിൽ നിന്ന് ആഫ്രിക്കയിലേക്ക് പോയില്ലേ, സ്വിസ് എയർലൈൻസിൽ നമ്മൾ ആനനെ വെടിവെക്കാൻ പോയില്ലേ, ആ ഈ സെയിം ഫ്ലൈറ്റിൽ നമ്മൾ വേറെ കമ്പനിയാണ്, പക്ഷേ ഈ സെയിം ബോയിങ് വിമാനത്തിൽ നമ്മൾ പോയടാ 787-ൽ. ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെറിയൊരു സാൻഡ്വിച്ചും തുറന്നിട്ടോ. ചെറിയ ബ്രേക്ക്ഫാസ്റ്റ്, ബ്രെഡിൽ കുറച്ച് സാൻഡ്വിച്ച് ഉണ്ട്, കോഫി തന്നിട്ടുണ്ട്, കുറച്ച് ജ്യൂസ് തന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എൻ്റർ ചെയ്തിരിക്കുകയാണ് കേട്ടോ സുഹൃത്തുക്കളെ. ഒരു രക്ഷയില്ല. നമ്മൾ വിചാരിച്ചത്ര ടെൻഷനും സംഭവങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. UK BRP ഉണ്ടായതുകൊണ്ട് നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. അതിന് ഏറ്റവും വലിയ കാര്യമായിട്ട് വേറെ എന്തിന് ഷങ്കൻ ബിസാര കേസിലും നമുക്ക് ഉറപ്പുണ്ടായിരുന്നില്ല. UK BRP കാർഡുള്ള കാരണം, റെസിഡൻറ്റ് കാർഡുള്ള കാരണം നമുക്ക് സുഖമായിട്ട് എൻട്രി കിട്ടി. ചോദിക്കലൊന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് കയറി ഹോട്ടൽ ഏതാ ബുക്ക് ചെയ്തെന്ന് ചോദിച്ചു, അത് കാണിച്ചു. വേറെ ഒന്നും പ്രത്യേകിച്ച് കാണിക്കേണ്ട വന്നില്ല കേട്ടോ. മെക്സിക്കോ നിങ്ങളുടെ മുമ്പിലേക്ക് പവർഫുള്ളായിട്ട് കാണിക്കാൻ പോകണ്ട. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുന്ന് ബസ് ബുക്ക് ചെയ്യാം. നമ്മളൊന്ന് ടാക്സി ബുക്ക് ചെയ്ത് പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കോസ്റ്റാണെന്ന് പറഞ്ഞാൽ $60, $70, $80 മേടിക്കും. ബസ് ബുക്ക് ചെയ്തിട്ട് നമ്മൾ നേരെ ടൗണിലേക്ക് പോകുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര കോസ്റ്റിൽ $7, $8. ഇവിടെ ഇനിയിപ്പോൾ മുതൽ ഡോളർ കളിയാണ്. ഇവിടെ പെസോ ആണെങ്കിലും തന്നെ ഡോളർ ഗെയിമാണ് കൂടുതൽ ഇനി കളിക്കാൻ പോണത്. അപ്പോൾ 2 ദിവസമുള്ള നമ്മൾ അതിനുള്ള മാക്സിമം നമുക്ക് എൻജോയ് ചെയ്ത് ചിച്ചിൻ ഇറ്റ്സ് കണ്ട് വേൾഡ് വണ്ടർ കണ്ട് തിരിച്ച് നമുക്ക് UK-ലേക്ക് പോകണം. അപ്പോൾ നമുക്ക് നേരെ ഇനി ബസ് എടുക്കാനുള്ള പരിപാടി നോക്കാം. നമുക്കൊരു $1650 $100 മാറിയപ്പോൾ കിട്ടിയിട്ടാണ്. എനിക്ക് ഏകദേശം 10 രൂപയാണ് നമ്മുടെ നാട്ടിലത്തെ റേറ്റ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നണം കേട്ടോ. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്ക് ബസ് സ്റ്റേഷനിലേക്ക് നടക്കാം. നമ്മുടെ ബസ് വരാൻ സമയം കേട്ടോ. നിങ്ങൾ ആര് വരാണെങ്കിലും ടാക്സി എടുക്കരുത്, ക്യാബ് എടുക്കരുത്, ബസ്സിൽ തന്നെ പൊക്കോളോ, അല്ലെങ്കിൽ ട്രൗസർ പൊളി കേട്ടോ. അപ്പോൾ നമ്മൾ മെക്സിക്കൻ മണ്ണിൽ കാല് കുത്തുന്നു കേട്ടോ. ഗ്രൂപ്പായിട്ടുള്ള ടൂറുകളൊക്കെ ഉണ്ടടാ. നല്ല അടിപൊളി. നമ്മൾ മെക്സിക്കോ ഇറങ്ങിയ എക്സൈറ്റ്മെൻറ്റ് നിൽക്കണു. ഇപ്പം ബസ് പിടിക്കണം എത്രയും പെട്ടെന്ന്. നമ്മൾ ടിക്കറ്റ് എടുത്ത് തന്നെ വലിയ കുഴപ്പമുണ്ടായില്ലേടാ. അപ്പോൾ നമുക്ക് 8 നടക്കാം. ഇവിടെ വന്നപ്പോഴേ നമ്മുടെ നാട്ടിലത്തെ എയർപ്പയറിൻ്റെയൊക്കെ മുഖം എന്ന് പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലത്തെ ഇന്ത്യൻ ഫേസ് തന്നെ ഇടാം കുറേ പേർക്ക്. നമ്മുടെ നാട്ടിലത്തെ ആൾക്കാരെ ചായയുടെ കുറേ പേർക്ക്. അപ്പോൾ മായൻസിൻ്റെ പ്രത്യേകത കേട്ടോ. നമുക്ക് എന്തായാലും അല്ല നമ്മൾ ബസ് ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇത് ഏറ്റവും ചീപ്പിൽ പോകാൻ പറ്റിയൊരു സംഭവമാട്ടോ. നമ്മൾ ഇങ്ങനെ ഈ ബസ് പിടിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും $7, $8 നമുക്ക് ബസ് പിടിക്കാം. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ സംഭവം. ഇത് നമ്മളിനി കൺകൂൺ സിറ്റിയിലേക്ക് പോകാനായിട്ടുള്ള ബസ് ഇട്ടാ. എയ്ഡോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ബസ് നിങ്ങൾ വരുമ്പോൾ നോക്കിയോളോ. എയ്ഡോ എന്ന് പറഞ്ഞിട്ടുള്ള കൗണ്ടർ നമുക്ക് എയർപോർട്ടിൽ തന്നെ കാണാം. അവിടെ പോയിട്ട് 200 പൈസ കൊടുത്തിട്ട് നമ്മൾ ടിക്കറ്റ് എടുത്തുവിടാം. കാർഡ് കൊടുത്താലും മതി. ഞാൻ കാർഡ് കൊടുത്തത്. ഇതാകുമ്പോൾ ചീപ്പായിട്ട് പോവാം. ടാക്സി ആണെങ്കിൽ ഭയങ്കര പൈസ ഇടാം, ശ്രദ്ധിച്ചോളൂ. ചൂടെടുത്തിട്ട് ഭയങ്കര ചൂടാ. നമ്മളവിടെ നിന്ന് തണുപ്പത്തുനിന്ന് വന്നിട്ടേ ചൂടാ. നമ്മളിവിടെ ഒരു ഹോസ്റ്റൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. ആ ഹോസ്റ്റലിലേക്ക് നമുക്ക് പോകേണ്ടത് ടൗണിലടുത്ത് തന്നെയാണ്. അവിടെ പോയിട്ട് നമുക്ക് നാളെ നമ്മൾ ചിച്ചിൻ ഇറ്റ്സ് ഇവിടെ നിന്ന് ഏകദേശം 3-3.5 മണിക്കൂർ ഇരുന്നിട്ട് വേണം ചിച്ചിൻ ഇറ്റ്സ് എന്ന മായൻ സിറ്റി കാണാനായിട്ട് പോയിട്ട് നമുക്ക് എന്തായാലും നമുക്ക് നോക്കി കാണാം എന്തൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകണം. ഹോസ്റ്റലിൽ ഇവിടെ നിന്നൊരു 4 മിനിറ്റ് നടക്കാണ്ട്. ഇവിടെ മൊബൈലും ഗോപ്രൊക്കെ പിടിച്ചാൽ സേഫ് അല്ല കേട്ടോ. നമ്മളങ്ങനെ നടന്നുകൊണ്ടിരിക്കട്ടാ. വിജനമായ വഴിയാണ് മൊത്തം. നമ്മൾ അക്കരെ സിനിമയിൽ കണ്ടിട്ടുള്ള പോലത്തെ വണ്ടികളൊക്കെ കണ്ടുണ്ടെങ്കിൽ അമേരിക്കയിലത്തെ അതൊക്കെ അല്ലേക്കിട്ടാ ആംബുലൻസും ഉണ്ടാക്കാനുള്ളത്. നമ്മുടെ ഹോസ്റ്റൽ ഇവിടെ എവിടെയാണ് നമുക്ക് തപ്പിയെടുക്കണം. ഭയങ്കര വിജനതാട്ടാ. അങ്ങനെ റഷായിട്ടുള്ള സിറ്റി ഒന്നുമില്ല, ഭയങ്കര വിജനതയുണ്ട്. വഴി നമുക്ക് ഒന്നുകൂടി ചോദിക്കാം. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്ത ഹോസ്റ്റൽ നമ്മൾ കാണണ്ട. അതെ നോമാഡ്സ് ഹോട്ടലാണ് നമ്മൾ ബുക്ക് ചെയ്തേട്ടാ. ഒരാളനക്കം പോലും ഇല്ല കേട്ടോ. നമ്മൾ ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പ്രത്യേകിച്ച് മെക്സിക്കോയിൽ നടക്കുമ്പോഴൊരു മനോവികാരം നിങ്ങൾക്ക് അറിയാമെന്നായിരിക്കണം. അപ്പോൾ നമുക്ക് ആദ്യം പോയിട്ട് ചെക്ക് ഇൻ ചെയ്യാം.
പപ്പട പരിപാടി ബാഗ് നോക്കിയിട്ട് ചൂട് അവിടെ നിന്ന് വന്നിട്ട് ചൂടല്ല, അവിടെ തണുപ്പല്ലായിരുന്നു. എന്നാലും കുഴപ്പമില്ല, സമാധാന സ്ഥലത്ത് എത്തിച്ചേർന്നല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ട് നമുക്ക് ബാക്കി മേടിക്കാം. നമ്മൾ $42 2 ദിവസത്തേക്ക് ഇവിടെ ബുക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഒരു ദിവസത്തേക്ക് $21, ഏകദേശം ഒരു $1600 ഹോസ്റ്റലിൽ നിൽക്കാനായിട്ട് നമ്മളിവിടെ പേ ചെയ്തിരിക്കണേ. റൂമൊക്കെ ആണെങ്കിൽ $100-120 ഒരു ദിവസം നമുക്ക് ചിലവുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഭയങ്കര ചീപ്പായിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് സമാധാനമായിട്ട് നിൽക്കാനായിട്ടാണ് $21 നമ്മൾ ഇവിടെ ഹോസ്റ്റൽ എടുത്തിരിക്കണേ. ഹോസ്റ്റലിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് പറയാം കേട്ടോ. ചേട്ടൻ്റെ മണിയറ തുറന്നിട്ട് ഫുൾ പവർ കേട്ടോ. മണി അറിയാം ചേട്ടാ. This one is your room key. When you are near to the lock, you will see a blue light. Then you can open. Where it is? Is in second floor your room. Right. Te voy a apretar un poquito. Yes. The small hand is going on. Don't worry. Okay. At the end of this hall, there is a common kitchen you can use. There is refrigerator, stop and water in the rooftop, restaurant, bar and pool. I can cook here? Yes, Where of I course. can buy things? Straight ahead to the left, there is a supermarket. Okay, here it's safe area? Yes, it's the same. Yeah. This is second floor. Tortundum. Yes. 305, bed number 2. 305. 305. Okay. Okay. Second floor. Second floor. Thank you. റൂഫ് ടോപ്പിൽ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. ഇന്ന് ആഘോഷമില്ല, നമുക്ക് നാളെ ഒന്ന് സ്വിം ചെയ്യാം. നാളെ രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് പോകണം. നമുക്ക് ഇവിടെ നിന്നൊരു 6:45 ബസ് കേട്ടോ. ക്ലീൻ ആയി കേട്ടോ. നമുക്ക് കൈ വെച്ചാൽ മതി വന്നു. ഏസിയിലൊക്കെ വന്നോട്ടോ. സമാധാനം. നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് കേട്ടോ. എൻ്റെ ലോക്കർ സിസ്റ്റം ഇവിടെ നോക്കണം കേട്ടോ. ലോക്കറാണ് അത്യാവശ്യം വേണം നമുക്ക്. ലോക്കർ തൊട്ടടുത്ത് തന്നെയുണ്ട്. നമുക്ക് എന്തെങ്കിലും വാങ്ങി കഴിക്കാമെന്ന് ഫ്രഷായിട്ട് തരാം. വെറും $990 ലോകാത്ഭുതങ്ങൾ ഒന്നായിട്ടുള്ള മാച്ചു പിച്ചു കണ്ടാലോ. ഒപ്പം തന്നെ വൺ ഓഫ് ദി നാച്ചുറൽ വണ്ടറായ ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകളിലൊന്നായ ആമസോൺ റെയിൻ ഫോറസ്റ്റ് കണ്ടാലോ. 4 ദിവസം നീളുന്ന ഈ സ്വപ്ന തുല്യമായ വണ്ടർ യാത്രയിൽ നമ്മൾ കുസ്കോയിൽ നിന്ന് തുടങ്ങി സീക്രട്ട് വാലി, അഗ്വാസ്കാലിയന്റെ എന്ന പട്ടണങ്ങളിൽ യാത്ര ചെയ്ത് 3-ാം നാൾ നമ്മൾ മാച്ചു പിച്ചു എന്ന ആ സ്വപ്നത്തിലേക്ക് എത്തും. അങ്ങനെ ഇങ്ക സംസ്കാരവും ഇങ്ക കൾച്ചറും എല്ലാം തൊട്ടറിഞ്ഞിട്ടുള്ള ഈ യാത്രയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു. നമ്മൾ ഗ്രീൻ ബുക്കിൽ എപ്പോഴും പറയുന്നത് പോലെ തന്നെ 10 പേരിന് മേലുള്ള ഒരു ഗ്രൂപ്പ് നമ്മൾ ഇതിൽ സംഘടിപ്പിക്കുന്നില്ല. നിങ്ങൾ ഗ്രൂപ്പ് ട്രാവലേഴ്സ് ആയിക്കോട്ടെ, കപ്പിൾ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, സോളോ ട്രാവലേഴ്സ് ആയിക്കോട്ടെ, ആരും ആയിക്കോട്ടെ, ആർക്കും ഈ പാക്കേജ് എടുക്കാം. ഈ പാക്കേജ് ആദ്യത്തെ 50 പേർക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്. ഈ പാക്കേജ് എടുത്തിരുന്ന ആൾക്കാർക്ക് 2 വർഷത്തിൽ എപ്പോൾ വേണമെങ്കിൽ യാത്ര ചെയ്താൽ മതി. അങ്ങനെ ഒരുപാട് പ്രത്യേകത നിറഞ്ഞ പാക്കേജുകളാണ് ഗ്രീൻ ബുക്ക് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. എന്തായാലും ഗ്രീൻ ബുക്ക് പ്രോഗ്രാമിൻ്റെ മാച്ചു പിച്ചു അല്ലെങ്കിൽ ആമസോൺ പാക്കേജുകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം.